ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ES തോമസ് സഹോദരൻ കൈകാര്യം ചെയ്തു വന്നിരുന്ന വിഷയം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുമല സഭയിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ശമൂവേൽ പ്രവാചകനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ശമൂവേൽ പ്രവാചകനുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ശൗലിന്റെ വിഷയം. കാരണം ശൗലിനെ അഭിഷേകം ചെയ്യുന്നത് ശമൂവേൽ പ്രവാചകനായിരുന്നു. 2 അഭിഷേകങ്ങളാണ് ശമൂവേൽ പ്രവാചകൻ നടത്തിയതെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ദാവീദിനെയും ശൗലിനെയും ദാവീദിനെയും. ഈ 2 അഭിഷേകങ്ങളിൽ ഒരു പരാജയമായി തീർന്ന അഭിഷേകമാണ് ശൗലിന്റെ അഭിഷേകം. ശൗലിനെ അഭിഷേകം ചെയ്തത് അത് അഭിഷേകം ചെയ്തത് കൊണ്ട് തന്നെ അതൊരു പരാജയത്തിലേക്ക് കലാശിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അത് പരാജയത്തിലേക്ക് പോയി എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗത്തുള്ള കുഴപ്പമല്ല, അത് ശരിക്കും അത് ശൗലിന്റെ ഭാഗത്തുള്ള കുഴപ്പം തന്നെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ES തോമസ് സഹോദരന് ഒരു ക്ലാസ് കൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ മാത്രമല്ല അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആ ശമൂവേൽ പ്രവാചകന്റെ ഇതിൽ തന്നെ ഒരു വാക്യം വായിച്ച് ചില ആലോചനകൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് വിരമിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം അതിന്റെ 19-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ശമൂവേൽ 19-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. ഞാൻ ചിന്തിച്ചു വന്നിരുന്ന ഭാഗത്തോട് അനുബന്ധിച്ച ഒരു വിഷയം തന്നെയാണത്. ദാവീദിന് അഭയം നൽകുന്ന ശമൂവേൽ പ്രവാചകൻ. നിങ്ങൾ വിചാരിക്കോ അതിലെത്ര എന്താ ഇരിക്കുന്നേ? ദാവീദിന് അഭയം നൽകുന്ന ശമൂവേൽ പ്രവാചകൻ അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ശമൂലിനോട് വളരെയധികം കോപത്തിൽ കഴിയുകയാണ്. മാത്രമല്ല ശൗൽ നശിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ശൗൽ എന്ന് പറഞ്ഞ രാജാവാണല്ലോ, എല്ലാ അധികാരമുള്ളവനാണ്, ആ വ്യക്തിക്ക് അഭയം നൽകുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഭയക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ശമൂവേൽ പ്രവാചകൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെ അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ടു നയ്യോത്തിൽ ചെന്ന് പാർത്തു. ഈ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ്. 18-ാം അധ്യായത്തില് യോനാഥാനും ദാവീദും തമ്മിലുള്ള ഉടമ്പടിയാണ്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശൗലിന് ദാവീദിനോടുണ്ടാകുന്ന അസൂയയും ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ അത് അവിടെ വിവരിച്ചിട്ടുണ്ട്. അതിനായിട്ട് മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു ശൗല്. ദാവീദിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പലതരത്തില് ശൗല് നോക്കുകയാണ്. തന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് പോലും ദാവീദിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് യോനാഥാനും മീഖളും ദാവീദിനു വേണ്ടി വാദിക്കുന്ന വാദം കാണുവാനായിട്ട് കഴിയും. യോനാഥാനും മീഖളും. ആരാ യോനാഥാൻ? ശൗലിന്റെ മകനാണ്. മീഖൾ ആരാണ്? ശൗലിന്റെ പുത്രിയാണ്. അവർ രണ്ടുപേരും ദാവീദിനു വേണ്ടി വാദിക്കുമ്പോഴും ശൗൽ അതിന് ഒരു പരിഗണനയും നൽകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എങ്ങും ശമൂവേൽ പ്രവാചകന്റെ പേര് പരാമർശിച്ചിട്ടേ ഇല്ല. ഈ ഭാഗങ്ങളിൽ 17, 18, 19-ന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ശമൂവേൽ പ്രവാചകനെ കാണുവാനായിട്ട് കഴിയുകയില്ല. 18-ാം വാക്യത്തിലാണ് ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. ദാവീദിന് ശരിക്കും ഓടിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഭയപ്പെട്ട് ഓടിപ്പോയതാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും. ദൈവഹിതത്തിന് വഴങ്ങി ദാവീദ് ഓടിപ്പോയതാണ്. ഗോലിയാത്തിനെ കൊന്ന ദാവീദിന് അതിനു മുമ്പ് തന്നെ ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം ലഭിച്ചിരിക്കുകയാണ്.
ഈ ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം പ്രാപിച്ച ദാവീദിന് വേണമെങ്കിൽ ഗോല്യാത്തിനെ കൊന്ന ദാവീദിന് ശൗലിനെയും വകവരുത്തിക്കൊണ്ട് രാജാവാകുന്നത് നിഷ്പ്രയാസമായ കാര്യമാണ്. അത് നമ്മൾ പല സന്ദർഭങ്ങളിൽ കണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് ദാവീദ് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാല് ദൈവഹിതത്തിന് വിപരീതമായ ഒരു കാര്യം, സാത്താന്യമായ ചിന്തകൾക്ക് ഒരു തരത്തിലും അടിമപ്പെടുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്നെ അവിടെ ഈ ഓടിപ്പോയവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. പല ബൈബിളിൽ ഓടിപ്പോയവരെ കുറിച്ച് ചിന്തിച്ചാൽ ധാരാളം പേരുണ്ട്. ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ആരാണെന്ന് അറിയാമോ? ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയത് ആദാമും ഹവ്വയുമാണ് ഓടിയത്, അല്ലേ? ഓടിച്ചെന്ന് പറഞ്ഞു ദൈവം അവരെ പിന്തുടർന്നു ചെന്നു. രണ്ടാമത് ഓടിയത് ആദാമിന്റെ മൂത്ത മകൻ തന്നെയാണ് കയ്യീൻ ദൈവസന്നിധിയിൽ ഓടിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കയ്യീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. എന്തുകൊണ്ടാണ് പുറപ്പെട്ടത്? കയ്യീൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? പാപം ചെയ്തതുകൊണ്ടാണ്, കൊലപാതകം ചെയ്തതുകൊണ്ടാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് വളരെ പാടാണ്. അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, യാക്കോബ് പോയിട്ടുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബ് ബേർഷേബയിൽ നിന്നും പുറപ്പെട്ട് ഹാരാനിലേക്ക്, അതായത് പദ്ദൻആരാമിലേക്ക് എന്തിനാ ഓടിപ്പോയത്? സഹോദരനെ ഉപായത്താൽ വഞ്ചിച്ചു, ഇല്ലേ? ഉപായത്തിൽ ചതിച്ചു. അങ്ങനെ ഓടിപ്പോയതാണ് യാക്കോബ്. ഹാഗർ ഓടിപ്പോയി. ഉൽപ്പത്തി 16-6 എന്തിനായി ഹാഗർ ഓടിപ്പോയത്? യജമാനത്തിയുടെ പീഡനം സഹിക്കാതെ വന്ന കാഠിന്യം തുടങ്ങിയപ്പോൾ എന്ന് അവിടെ വായിക്കുന്നുണ്ട്. സാറ ഹാഗറിനോട് കാഠിന്യം തുടങ്ങിയപ്പോൾ ഓടിപ്പോയി. യോസേഫ് ഒരിക്കലും ഒരു ഓട്ടം ഓടി. എന്താണ്? തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് ഓടിപ്പോയി. അവളുടെ കയ്യിൽ പാപത്തിൽ നിന്നുള്ള ഓട്ടമാണ് അവിടെ യോസേഫ് ഓടിപ്പോയത്. മോശ ഒരിക്കൽ ഓടിപ്പോയില്ലേ മിദ്യാനിൽ നിന്നും. എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലാന്ന് കണ്ടപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്നു. അടുത്ത ദിവസം രണ്ട് ഇസ്രായേലിയർ തമ്മിൽ വഴക്കൂടിയപ്പോൾ അത് പരിഹരിക്കുവാൻ ചെന്ന മോശ വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കാണുകയും അങ്ങനെ മിസ്രയീമിൽ നിന്ന് മോശ ഓടിപ്പോവുകയും ചെയ്തു. മിസ്രയീമിൽ നിന്ന് മോശ ഓടിപ്പോകുന്നതിനെ കുറിച്ച് പഠിച്ചാല് നമ്മളവിടെ പലപ്പോഴും വിചാരിക്കും ഫറവോനെ ഭയപ്പെട്ടാണ് ഓടിപ്പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുമ്പോൾ അത് ഫറവോനെ ഭയപ്പെട്ട് ഓടിയതായിട്ടല്ല എബ്രായ ലേഖനത്തില് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു എന്നാണ്, അല്ലേ? അപ്പൊ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. അല്ലാതെ മോശ ഫറവോനെ പേടിച്ചോടി എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു. ഫറവോനിൽ നിന്നും ഓടി അകന്നതാണ്. ഇനി അവിടെ നിന്നു കഴിഞ്ഞാല് ദൈവഹിതം തന്നിൽ പ്രാവർത്തികമാകുകയില്ല എന്നുള്ളത് തനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. തന്റെ കഴിവ് കൊണ്ടൊന്നും അത് നേടുവാനായിട്ട് കഴിയുകയില്ല എന്ന് മനസ്സിലായിട്ട് ഓടിയ ഓട്ടമാണ് മോശയുടെ ഓട്ടം. പ്രിയമുള്ളവരെ, ഇങ്ങനെ പലരും ഓടിപ്പോയിട്ടുണ്ട്. എന്നാല് ഇവിടെ ഈ ദാവീദിന്റെ ഓട്ടം, ദാവീദ് ഓടി രക്ഷപ്പെട്ടത് എവിടേക്കാണ്? ശൗലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി. നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. മീഖളാണ് രക്ഷപ്പെടുത്തി വിടുന്നത്. ആ സന്ദർഭം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോകുന്നതാണ്. മീഖളാണ് ദാവീദിനെ രക്ഷപ്പെടുത്തി വിടുന്നത്. ദാവീദ് നേരെ ശമൂവേലിന്റെ അടുക്കൽ രാമയിലേക്കാണ് പോയത്. ഇത് ഒരു നല്ല തെരഞ്ഞെടുപ്പാണ്. ദാവീദിന്റെ ജീവിതത്തില് ഏറ്റവും ആ സമയത്ത് പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. തന്നെ കൊല്ലുവാനായിട്ട് രാജാവ് പുറകെ നിൽക്കുകയാണ്. ഇതിൽ പരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി താൻ തെരഞ്ഞെടുത്തത് തന്നെ അഭിഷേകം ചെയ്ത ശമൂവേലിന്റെ സാന്നിധ്യമാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇതിൽ പരം ഭൂമിയിൽ വെച്ച് തനിക്ക് ഓടി അഭയം പ്രാപിക്കാനായിട്ടുള്ള ഒരു സ്ഥാനം വേറെ ഏതെങ്കിലും ഉണ്ടോ? അവിടെ വായിച്ചല്ലോ, ശമൂവേലിന്റെ അരികിൽ രാമയിലേക്കാണ് പോയത്. പല കാര്യങ്ങളും ശമൂവേൽ പ്രവാചകനാണ് തന്നെ അഭിഷേകം ചെയ്തത്. ആ സമയത്ത് ഈ ഭൂമിയില് തനിക്ക് തെരഞ്ഞെടുക്കുവാൻ പറ്റിയ അഭയസ്ഥലം, ഏറ്റവും പറ്റിയ അഭയസ്ഥലം ഇത് തന്നെയാണ്. ശൗലിനൊരിക്കലും ശമൂവേലിന്റെ അടുക്കൽ പോയി അഭയം പ്രാപിക്കാനുള്ള അവസരം എല്ലാം കഴിഞ്ഞു. ഈ സമയമായപ്പോഴേക്കും ഒരിക്കലും പിന്നീട് ശമൂവേലിന്റെ അടുക്കൽ പോകുന്നുണ്ട്. പോയപ്പോൾ അവിടെ പ്രവചിക്കുന്നവരെ കണ്ടപ്പോൾ താനും വസ്ത്രം മാറ്റിക്കളഞ്ഞിട്ട് നഗ്നനായി അവിടെ കിടന്ന് പ്രവചിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് വല്ലാത്തൊരു രംഗമായി പോയി. പിന്നെ ശൗൽ ഒരിക്കലും ശമൂവേലിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ദാവീദ്
അഭയം ചെന്നത് ശമൂവേൽ പ്രവാചകനെയാണ്. ഞാനും ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ദാവീദിന് തന്റെ പിതാവിന്റെ അടുക്കൽ, ഇശായിയുടെ അടുക്കൽ പൊയ്ക്കൂടാ? നമ്മളെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും ആശ്രയിക്കുന്നത് കുടുംബക്കാരെയൊക്കെയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദാവീദ് ഇശായിയുടെ അടുക്കൽ പോകാത്തതെന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദാവീദ് ഈ ഇശായിയുടെ അടുക്കൽ പോയാൽ തീർച്ചയായിട്ടും ശൗൽ അവിടെ വരും. അവിടെ വന്നിട്ട് തനിക്ക് മാത്രമല്ല ജീവന്റെ ഹാനി വരുത്തുക, ആ കുടുംബത്തെയും നശിപ്പിക്കും. ദൈവത്തിന്റെ പദ്ധതി അവിടെ പാളും. അതുകൊണ്ട് താൻ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം, തൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും ഷെയർ ചെയ്യുവാൻ ഇതുപോലെ ഒരു വ്യക്തി വേറെ ഇല്ല. അവിടെ നാം വായിച്ചല്ലോ, ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. ഹൃദയം തുറന്ന് സംസാരിപ്പാൻ പറ്റിയ ഒരു ഇടം ദാവീദിന് ഈ ശമൂവേലിന്റെ സാന്നിധ്യം അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിന്റെ സാന്നിധ്യവും ഇത് തന്നെയാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസവേളകളിൽ, പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചെന്ന് അഭയം പ്രാപിപ്പാനും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വ്യഥകളും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ തുറന്നു പറയുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യം തന്നെയാണ്. അതിൽ കവിഞ്ഞൊന്നില്ല. ഇവിടെ തന്നെ അഭിഷേകം ചെയ്ത ഈ ശമൂവേൽ പ്രവാചകനെ അവിടെ ചെന്ന് അഭയം പ്രാപിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ ഒരു ഭയവും കൂടാതെ, അവിടെ വായിക്കുന്നുണ്ട്, ശമൂവേൽ ദാവീദിനെ ചേർത്തുകൊണ്ടു വളരെ സന്തോഷപൂർവം ചേർക്കുകയാണ്. കാരണം എന്താണ്? താൻ അഭിഷേകം ചെയ്ത വ്യക്തി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്നൊന്നും ശമൂവേലിന് അപ്പോഴൊന്നും അറിയില്ല. എന്നാലും യാതൊരു മുൻവിധികളും കൂടാതെ ഈ ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. ഇതാണ് ശമൂവേൽ പ്രവാചകന്റെ ഒരു പ്രത്യേകമായ സ്വഭാവം. എത്ര പ്രതിസന്ധികളിലും ഒരു പേടിയും കൂടാതെ അഭയം കൊടുക്കുവാൻ, ദാവീദിന് അഭയം കൊടുക്കുവാൻ തക്കവണ്ണം വളരെയധികം മനസ്സു കാണിച്ച ഒരു ശമൂവേൽ പ്രവാചകനെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ ശമൂവേലിന്റെ അടുക്കൽ എത്തിയ ദാവീദിന് വളരെ ആശ്വാസമായി. വേറെ എവിടെയെങ്കിലും പോയാൽ ഇത്ര ആശ്വാസം ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കുകയില്ല. തന്റെ കുടുംബത്തിൽ പോയാലോ വനാന്തരങ്ങളിലൊക്കെ ദാവീദ് പോയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് താൻ വളരെ ആ രാജാവിന്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും രാജഭൃത്യനായിട്ടൊക്കെ മാറി, സൈന്യ നേതാവിയായിട്ട് മാറി, തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെയധികം സത്യസന്ധമായി വളരെ വിജയകരമായിട്ട് ചെയ്ത സമയത്താണ് ശൗൽ വളരെയധികം ദോഷമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ ഈ സമയത്ത് തനിക്ക് അഭയം പ്രാപിപ്പാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥാനമായിട്ട് ദാവീദ് അത് തിരഞ്ഞെടുത്തതിന് കാരണം ശമൂവേൽ പ്രവാചകന്റെ ആ മനസ്സിന്റെ വിശാലതയൊക്കെയാണ്. ശമൂവേൽ ഒരിക്കലും ദാവീദില് വൈരാഗ്യത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ വിത്ത് വിതയ്ക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, പല പ്രതിസന്ധികളിലും പല അപമാനങ്ങളിലും ഒക്കെ പെട്ടിട്ട് പലരും നമ്മോടൊക്കെ വന്ന് പല പരാതികളൊക്കെ പറയാറ്. പരാതികൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്? അവരെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത്? അവരിൽ പകയുടെ വിത്താണോ വിതയ്ക്കാറുള്ളത്, അതോ സമാധാനത്തിന്റെ വിത്താണോ വിതയ്ക്കാറുള്ളത്? ഈ ശമൂവേൽ പ്രവാചകന് വേണമെങ്കിൽ, ശൗൽ നിന്നെ ദൈവം അഭിഷേകം ചെയ്തതാണ്, നീ ഗോല്യാത്തിനെ കൊന്നവനല്ലേ, നീ വാളും കൊണ്ട് പോ, നീ ആ ശൗലിനെ തട്ടിയിട്ട് രാജാവാക് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്നാൽ ശമൂവേൽ അതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. യാതൊരു വിദ്വേഷത്തിന്റെയോ യാതൊരു വിത്തും വിതയ്ക്കാത്ത ഒരു നല്ല പ്രവാചകനാണ് ശമൂവേൽ പ്രവാചകൻ. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, നമ്മുടെ സഹോദര വർഗങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് നമ്മെ വന്ന് കാണുവാനും നമ്മിൽ അഭയം തേടുവാനും എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇന്ന ആളിനെ ഒന്ന് ചെന്ന് കണ്ടാൽ വളരെ ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ആ വ്യക്തിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം മറ്റുള്ളവർക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ആ സ്വഭാവവും നമ്മുടെ ദൈവീകമായ കാര്യങ്ങൾ, ഇടപെടലും ആത്മീയതയും ഒക്കെ അത്തരത്തിലായിരിക്കണം എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശമൂവേൽ അവിടെ ദാവീദിന് അഭയം നൽകി ദൈവീക ഉപദേശവും ധൈര്യവും. എനിക്ക് തോന്നുന്നു
ദാവീദിന്റെ പിൽക്കാല ജീവിതത്തിൽ രാജാവായതിനു ശേഷം അവനിങ്ങനെ ഓടി ഒളിച്ചു നടന്നപ്പോഴൊക്കെയും ഈ ശൗലിന്റെ മേൽ കൈവയ്ക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകനോടൊപ്പം ചില മാസങ്ങൾ ഈ ആയിരുന്ന ദാവീദിന് ശമൂവേൽ പ്രവാചകനിൽ നിന്ന് ലഭിച്ച നല്ല നല്ല ഉപദേശങ്ങളായിരിക്കാനാണ് സാധ്യത. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ ഇല്ലാതില്ല. അവിടെ അവർ ഒരുമിച്ച് പാർക്കുകയാണ്. ഒരുമിച്ച് പാർക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശൗലിനും ഇതുപോലെ ശമൂവേൽ പ്രവാചകന് വളരെ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു. ഒരു രാത്രി അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ രാമയിലേക്ക് കടന്നു ചെല്ലുന്ന ശൗലിനെ അവിടെ താമസിപ്പിച്ച് അവർ രാത്രി ഉയരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മാളിക മുറിയുടെ മുകളിൽ നിന്ന് ഇരുവരും രാത്രിയിൽ സംസാരിച്ചു എന്നൊരു വാക്ക് നമ്മൾ ശൗലിന്റെ പാഠം പഠിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. ശമൂവേൽ പ്രവാചകൻ ശൗലിനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. രഹസ്യമായിട്ടും പറഞ്ഞു, അത് നീ ഭൃത്യനെ പറഞ്ഞയച്ചിട്ട് നീ ഒരു നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യുന്ന സമയത്തും എന്താണെന്നുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാ. എന്നാൽ അതൊന്നും ശൗലിന് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ദാവീദ് ശമൂവേലിനെ അഭയം പ്രാപിച്ച് തന്നിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ, തന്നിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഒക്കെ തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ 19:18 ലാസ്റ്റിൽ വായിക്കുന്നത്, അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. നയ്യോത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും പാർപ്പിടങ്ങൾ എന്നുള്ള അർത്ഥമാണുള്ളത്. അതായത് പ്രവാചക ശിഷ്യന്മാരുടെ നിവാസ കേന്ദ്രങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട് നയ്യോത്ത്. പ്രവാചക ശിഷ്യന്മാരുടെ നിവാസ കേന്ദ്രങ്ങൾ. അപ്പം അവിടെ ചെന്ന് ഈ ശമൂവേൽ പ്രവാചകന് ധാരാളം ശിഷ്യന്മാരുണ്ട്. അവരെ പാർപ്പിച്ചിരുന്ന പ്രത്യേകമായ സ്ഥലമായിട്ടാണ് ഈ നയ്യോത്തിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ നയ്യോത്തിൽ ദാവീദിനോടൊപ്പം ശമൂവേലും കൂടെ ചെന്ന് അവിടെ താമസിക്കുകയാണ്. പ്രവാചകനായ ശമൂവേൽ ദാവീദിനോടൊപ്പം അവിടെ ചെന്ന് പാർത്തു. നോക്കിയേ, തന്നെ അഭയം തേടിയ ആ ദാവീദിനെ കൈവിട്ടില്ല എന്ന് മാത്രമല്ല, അവനെ ചേർത്തുകൊണ്ട് അവൻ ആവശ്യമുള്ള എല്ലാ ഉപദേശങ്ങളും നൽകി അവൻ എല്ലാ തരത്തിലുള്ള അഭയവും കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവം ഈ ശമൂവേൽ പ്രവാചകനിൽ കാണുവാനായിട്ട് കഴിയും. ശമൂവേൽ പ്രവാചകന്റെ ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റം വളരെ ഹൃദ്യമാണ്. നാം എങ്ങനെയാണ് സഹവിശ്വാസികളുടെ പ്രതിസന്ധികളിൽ അവർക്ക് ആശ്വാസം നൽകുന്നത്? നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രതിസന്ധികളും, ഭൗതികമായ പ്രതിസന്ധികൾ മാത്രമല്ല, മാനസികമായ, ആത്മീകമായ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിരവധി വിശ്വാസികളും ദൈവജനവും ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ അവരുടെ പ്രതിസന്ധികളിൽ നാം എപ്രകാരമാണ് ആശ്വാസം നൽകുന്നത്? അവരിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. പലരും എന്താ ചെയ്യുന്നത്? നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ അവരുടെ കൂടെ ഒന്നും കൂടണ്ട, നീ സൂം മീറ്റിങ്ങിനൊന്നും പോണ്ട, നീ വീട്ടിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹത്തിലേക്ക് കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്? അതെ, അവരെ ആത്മീകമായി വളർത്തുവാൻ, അവരെ ആത്മീകമായി ബലപ്പെടുത്തുന്നതിന് തക്കതായ ഉപദേശങ്ങളാണോ നാം നൽകുന്നത്? സാത്താന്റെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർക്ക് നമ്മുടെ അടുക്കിലേക്ക് വരുവാനുള്ള മനസ്സ് തോന്നണം. അതിന് തക്ക വിധമായിരിക്കണം നമ്മുടെ പെരുമാറ്റം. അത്തരത്തിലുള്ളവരെ സ്വീകരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ധൈര്യം പകരുവാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നമ്മെ ഇവിടെ ദൈവമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ നാം മുഖാന്തരം രക്ഷിക്കപ്പെട്ടവരൊക്കെ ആയിരിക്കും, അല്ലെ? അങ്ങനെയുള്ളവർ പലപ്പോഴും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ആത്മീക പ്രതിസന്ധികളിലോ മറ്റു പ്രതിസന്ധികളിലോ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ. എൻ്റെ അനുഭവം അതാണ്. അവരെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അവർക്ക് വളരെ ആശ്വാസം നൽകുന്ന തരത്തിലാണോ? അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ധൈര്യം കൊടുക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെയധികം പരാജയമായിട്ട് മാറിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്നതിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്വം പിന്നെ അവൻ എങ്ങനെയും ആയിക്കോട്ടെ എന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഒരിക്കലും ഭരിക്കുവാനായിട്ട് പാടില്ല. അവരെ ശരിയായ ആത്മീക പന്ഥാവിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ ഉപദേശിപ്പാനും ഒക്കെ അവരുടെ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ വളരെ വളരെ വളരെയധികം മുൻകൈ എടുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ആ രക്ഷയിലേക്ക് നയിക്കുന്ന ആ വ്യക്തി തന്നെയാണ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം.
അവരുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സുവിശേഷം കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ വെറും ഈ രക്ഷയുടെ ദൂത് പറയുക എന്നുള്ളത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെ അവരെ പകർത്തി കാണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ ശമൂവേൽ ദാവീദിനെ സ്വീകരിച്ച് സംരക്ഷിക്കുന്നതിലൂടെ നമുക്കൊരു നല്ല മാതൃകയാണ് ശമൂവേൽ പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത്. ശൗലിന്റെ കൊട്ടാരത്തിൽ ലഭിക്കാത്ത ആശ്വാസം. ദാവീദ് ശൗലിന്റെ സംരക്ഷണത്തിലായിരുന്നല്ലോ. ഈ ശൗലിന്റെ സംരക്ഷണത്തിലായിരുന്നപ്പോൾ ദാവീദിന് ഇത്രയും ആശ്വാസം ലഭിച്ചു കാണുമോ? എത്ര ഭയത്തോടുകൂടെയാണ് പല ദിവസങ്ങളും തള്ളി നീക്കിയത്. കുന്തങ്ങൾ തന്റെ നേരെ പാഞ്ഞു വരികയാണ്, തന്നെ നശിപ്പിക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ അതാ, നമുക്ക് ഒരു ആശ്വാസവും ലഭിക്കുകയില്ല. ഈ ലോകം നമുക്കൊരു ഒരു സമാധാനവും നൽകുകയില്ല. കർത്താവിനെ പകച്ച ലോകമാണ് ഈ ലോകം. പിന്നെ നമ്മെ എങ്ങനെ പകയ്ക്കാതിരിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പകയ്ക്കുന്ന ലോകത്തിൽ നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത് ദൈവീക സാന്നിധ്യവും ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മയുമാണ്. ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ശരിക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദിന് ആ കൂട്ടായ്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശൗലിന്റെ മരണം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ, രാജത്വത്തിന്റെ അഭിഷേകത്തെ അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ, വൈഷമ്യങ്ങളെ തരണം ചെയ്യുവാനൊക്കെ പ്രാഗൽഭ്യം ലഭിച്ചത് ഈ ശമൂവേലും ദാവീദും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശൗൽ ദാവീദിനെ പിടിക്കാൻ 3 പ്രാവശ്യം ദൂതന്മാരെ രാമയിലേക്ക് അല്ലെങ്കിൽ നയ്യോത്തിലേക്ക് 3 പ്രാവശ്യം ശൗൽ ആൾക്കാരെ അയച്ചു. 3 പ്രാവശ്യം അയച്ചിട്ടും അവര് അവിടെ വന്നിട്ട് കണ്ടത് എന്താ? പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതുമാണ് കണ്ടത്. അതുകൊണ്ട് പിടിക്കാൻ ചെന്നവരെയൊക്കെ ദൈവാത്മാവ് പിടിച്ച് അവരും പ്രവചിക്കുക. പ്രിയമുള്ളവരെ, നമ്മെ തോൽപ്പിക്കാനായിട്ട് സാത്താൻ പല തന്ത്രങ്ങളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മിൽ കാണേണ്ടത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ലാതെ ഭൗതികമായ എന്തെങ്കിലും തന്ത്രങ്ങളോ ഒന്നും അല്ല അവിടെ സാത്താനെ പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ഈ 3 പ്രാവശ്യവും ശൗലിന്റെ ദൂതന്മാര് വന്നപ്പോൾ അവിടെ കണ്ടത് ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും അവിടെയുള്ള എല്ലാവരും ദൈവാത്മാവിൽ പ്രവചിക്കുന്നതുമാണ്. തുടർന്ന് ശൗൽ നേരിട്ട് രാമയിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ നയ്യോത്തിലേക്ക് പോയി. ദാവീദും ശമൂവേലും പാർക്കുന്ന നയ്യോത്തിലെത്തി. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്ന് പ്രവചിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. നയ്യോത്തിലെത്തിയ ശൗൽ തന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് ശമൂവേലിന്റെ മുമ്പാകെ പ്രവചിച്ചുകൊണ്ട് അന്ന് പകൽ മുഴുവനും നഗ്നനായി കിടന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. ദാവീദിനെ പിടിക്കാൻ വന്ന ശൗലിന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അപജയമാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ശൗൽ പിന്നെ ദാവീദിനെ പിടിക്കാനായിട്ട് ശമൂവേലിനോടൊപ്പം ആയിരുന്ന ആ സമയത്തൊന്നും ദാവീദിനെ പിടിക്കുവാനായിട്ട് ശൗൽ ശ്രമിച്ചിട്ടേയില്ല. ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത് അത് പലതരത്തിലാണ് ദൈവിക സംരക്ഷണം. ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെയും കൂട്ടരെയും ദാവീദിന്റെ അടുക്കൽ എത്തിക്കാതെ തടഞ്ഞ് അവരെ മാറ്റി നിർത്തിയത് ദൈവാത്മാവാണ്. അവർക്ക് ശമൂവേലിന്റെയും ദാവീദിന്റെ അടുക്കൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അവരെ ശരിക്കും ദൈവാത്മാവ് പ്രവചിക്കുന്നു പറഞ്ഞാൽ ദൈവാത്മാവ് അവിടെ വന്ന് ദൈവാത്മാവ് അവരെ ഈ ദാവീദിന്റെയും ശൗലിന്റെയും അടുക്കലേക്ക് എത്തിക്കാതെ അവരെ തടഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരെ തടഞ്ഞു. ദൈവിക സംരക്ഷണം എന്ന് പറയുന്ന പലതരത്തിലുണ്ടാകും. ഈ ലോത്തിന്റെ ഭവനത്തെ വളഞ്ഞ ദുഷ്ടജനത്തിൽ നിന്നും ദൂതന്മാരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ചെയ്തത് എന്താണ്? അവരെ അന്ധത പിടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിലുണ്ട്. അവരെ അന്ധത പിടിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അതുപോലെ അരാമ്യ സൈന്യം എലീശയെ വളഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അഗ്നിമയമായ രഥങ്ങൾ കൊണ്ട് എലീശയെ സംരക്ഷണം ചെയ്തു. അതുപോലെ തന്നെ
ഈ പുതിയ നിയമത്തിലെ ശൗൽ പൗലൂസ് ദൈവജനത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അധികാരപത്രവുമായിട്ട് പുറപ്പെട്ടപ്പോൾ ദൈവമക്കൾക്ക് വിരോധമായി ദുഷ്ടതയും ക്രൂരതയും നിശ്വസിച്ച് ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ ദൈവം തന്നെ ശമൂവേലിനെ പിടിച്ച് ദൈവത്തിന്റെ ആ സംരക്ഷണയിലേക്ക് ദൈവജനത്തെ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാനാണ് സാധിക്കും. ഞാൻ അധികമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല, നമ്മുടെ സമയം ആയല്ലോ. പ്രിയമുള്ളവരെ, ഈ ശമൂവേൽ പ്രവാചകന്റെ ഒരു നല്ല മനോഭാവം, ദാവീദിന്റെ ഒരു വിശേഷ മനോഭാവം, ഇതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും എടുത്തു പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം അഭയം പ്രാപിക്കേണ്ടത് എങ്ങനെയുള്ളവരെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ദൈവസന്നിധി വിട്ട് ഒരു അഭയം നമുക്കില്ല. എന്നാൽ അതേസമയം ഈ ഭൂമിയിൽ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ആലോചിക്കുവാനും സമാധാനം നേടുവാനുമുള്ള ദൈവജനം ഈ ഭൂമിയിലുണ്ട്. അവരെ ചെന്ന് കാണുന്നതും അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും പ്രാർത്ഥിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ ഇടയാകും. ശമൂവേൽ പ്രവാചകന്റെ ഒരു നല്ല സ്വഭാവമായിരുന്നു. അങ്ങനെ നമ്മളെ അഭയം പ്രാപിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഗുണങ്ങൾ എന്നിലുണ്ടാകണം. മറ്റുള്ളവരെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടെങ്കിൽ ആരും വന്ന അവന്റെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്തയെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉള്ള ചിന്ത ഉണ്ടാക്കാതിരിക്കാൻ തക്കവണ്ണം എല്ലാ ദൈവജനവും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ദാവീദ് ചെയ്ത കാര്യം, ഏറ്റവും നല്ല ഒരു തെരഞ്ഞെടുപ്പ്. താൻ രക്ഷപ്പെട്ട് ഓടിയപ്പോൾ വനാന്തരങ്ങളിലേക്കോ തൻ്റെ കുടുംബത്തിലേക്കോ മറ്റു ചർച്ചക്കാരുടെ അടുക്കലേക്കോ ഒന്നും പോകാതെ ഏറ്റവും പറ്റിയ ഒരു സ്ഥലത്തേക്ക് താൻ അഭയം തേടി. നമ്മുടെയും പ്രതിസന്ധികളിൽ അഭയം അങ്ങനെ ആയിരിക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അഭയം തേടുന്നവർക്ക് സമാധാനം നൽകേണ്ട, അവരെ ആശ്വസിപ്പിക്കേണ്ട, അവരെ ദൈവവചനത്തിൽ ധൈര്യപ്പെടുത്തേണ്ട ചുമതല ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത്. നമ്മെ അഭയം തേടുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം മറ്റുള്ളവർക്ക് ഉണ്ടാകണം, അതിനുള്ള സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. മാത്രമല്ല, ആ അഭയം തേടുന്നവർക്ക് അതിനുള്ള ഒരു മനോഭാവം അവരിലും ഉണ്ടാകണം. ഈ ലോകകാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും പരാജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ രോഗങ്ങള്, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവജനവുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പല കാര്യങ്ങളും ദൈവജനവുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്താ? അവരെ ആശ്വസിപ്പിക്കും, അവര് പ്രാർത്ഥിക്കും, അവര് ധൈര്യം നൽകും, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പലരും ചെയ്തു തരും. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഉറച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്നവര് പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പല വിശ്വാസികളിൽ നിന്നും, ഈ ലോകപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരിൽ നിന്നും എനിക്ക് ലഭിക്കാനായിട്ടിടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. കൂട്ടായ്മ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് കൂട്ടായ്മ ആചരിച്ചും പോന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും പോന്നു. കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ഈ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ മാളികമുറി പ്രഭാഷണത്തിൽ ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് പഴയ നിയമത്തിലുണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അവിടുത്തെ കൽപ്പനയുടെ പ്രത്യേകത എന്താണ്? കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതി, മാത്രമല്ല അത് എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ മതി. എന്നാൽ അത് പുതിയ കൽപ്പനയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നമുക്ക് നൽകുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എപ്രകാരമാണോ അതുപോലെ സ്നേഹിക്കണമെന്ന്. മാത്രമല്ല, അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അത് തമ്മിൽ കൂട്ടുകാരനെ മാത്രം, എല്ലാവരെയും തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുകയുള്ളൂ. ഇതാണ് കൂട്ടായ്മ ബന്ധം. ഈ ദാവീദും ശമൂവേലും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം വളരെ ഹൃദ്യമായിരുന്നു. എൻ്റെ പഠനം ശരിയാണെങ്കിൽ ദാവീദ് ശമൂവേലിന്റെ മരണം വരെ ശമൂവേലിനോടൊപ്പമായിരുന്നു. ശമൂവേലിന്റെ മരണത്തിന്റെ ആ അടക്ക ശുശ്രൂഷയിൽ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദാവീദ് ആ ശമൂവേൽ പ്രവാചകന്റെ മരണം വരെ തന്നോടൊപ്പം ആയിരുന്നു. തന്റെ മരണത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചത് ദാവീദായിരുന്നു. ശമൂവേലിന്റെ മരണത്തിന് ശേഷം മാത്രമാണ് ദാവീദ് പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയത്. പ്രിയമുള്ളവരെ,
ഇത്ര ആശ്വാസം. നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ആശ്വാസം, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സമാധാനം, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്നേഹം, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുവാൻ പഠിച്ചില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും നിരർത്ഥകമായി പോകും. അതൊരു കാര്യമില്ല. നമ്മൾ തമ്മിൽ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ദാവീദ് ശമൂവേലിൽ അഭയം തേടി. ശമൂവേൽ ഹൃദ്യമായി സ്വീകരിച്ചു. ആവശ്യമായിട്ടുള്ള ആഹാരവും കൊടുത്തു. ആഹാരവും കൊടുത്താണ് പിന്നെ ഇല്ലേ, ആവശ്യമായിട്ടുള്ള എല്ലാ ആഹാരവും കൊടുത്തു. ശൗലിന് പോലും കൊടുത്തു. ഏറ്റവും VIP-കൾക്ക് വെച്ചിരുന്ന കൈക്കുറകും ഒക്കെയാണ് ആദ്യം ശൗലിന് കൊടുത്തത്. അവിടെ ആദ്യം ശൗലിനെ കാണാൻ വന്നപ്പോൾ ദാവീദിനെ എന്തുമാത്രം ആദരിച്ചു കാണും ശമൂവേൽ. ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ആത്മീകമായ പോഷണം കൊടുത്തു. ഇതൊക്കെ ഓരോ വിശ്വാസികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അത്തരത്തിൽ ഉള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.